അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമല്ല തഹജ്ജുദ് നിസ്കാരം. ഈ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രസം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ വഴന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് നിങ്ങൾ നിസ്കരിച്ചാൽ മനസ്സിലാവും. തഹജ്ജുദിൻ്റെ ഭംഗി എന്താണ് എന്ന് വഴന്നു പറഞ്ഞാൽ മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ മനസ്സിലാവുക? നമ്മളത് ചെയ്താൽ മനസ്സിലാവും. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു നമ്മളെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്? അള്ളാഹുവിന് നമ്മളെ വേണം, അള്ളാഹുവിന് നമ്മളെ വേണം. അപ്പം നമ്മൾ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക, എല്ലാ മനുഷ്യരും ഉറങ്ങുക. സുബഹിക്ക് അങ്ങനെയല്ല. സുബഹിക്ക് പള്ളിക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇബറൊക്കെ റിയാ ഒക്കെ വരാം. ഞാൻ എന്നും സുബീന് വരുന്ന ആളാണ് 4 ആൾ പറയട്ടെ എന്നൊക്കെ ഒരു ചിന്ത വന്നു പോകും. അല്ലാഹു തആല കാക്കട്ടെ. തഹജ്ജുദ് അങ്ങനെയല്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ നീക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഭാര്യ പോലും അറിയാത്ത രൂപത്തിൽ നമ്മൾ നീക്കും. എന്നിട്ട് വുളുവൊക്കെ എടുത്ത് ചെറിയ ഒരു വട്ടത്തിൽ, വലിയ വെളിച്ചൊന്നും പെടൂല നമ്മളാരും, മറ്റുള്ള ആളുകളെ ഉറക്കുന്ന ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്യൂല. ചെറിയൊരു വട്ടത്തിൽ നമ്മളിരുന്ന് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുക. ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ ഒരു 4 റക്അത്ത് നമ്മളങ്ങനെ നിസ്കരിക്കുക. ആ നിസ്കാരത്തിന് ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക. അപ്പോൾ വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല, ഒന്നുമില്ല. നമ്മളും റബ്ബ് മാത്രമായിട്ട് റബ്ബിനോട് വിഷയങ്ങൾ അങ്ങോട്ട് പറയുക. അപ്പോൾ റബ്ബ് നമ്മൾ ചൂസ് ചെയ്യാണ്. ആരുമില്ലാത്തൊരു സമയത്ത് എന്നോട് സംസാരിക്കാൻ നിനക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഏത്? തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും കിട്ടാത്തത് അതുകൊണ്ടാണ്. എല്ലാ 5 വക്ത നിസ്കാരം ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കും. തഹജ്ജുദിന് എല്ലാവർക്കും തൗഫീഖ് കിട്ടാത്തത് അതുകൊണ്ടാണ്. ആ തഹജ്ജുദിന് തൗഫീഖ് നമുക്ക് കിട്ടണം. അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹ്ക്ക് എന്തുണ്ട്, നമ്മൾ ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹ്ക്ക് നമ്മൾ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ തഹജ്ജുദിന് നീക്കുന്നില്ല, നമ്മൾ തഹജ്ജുദിന് നീക്കാൻ പഠിക്കണം. അതൊരു ദിനചര്യയായിട്ട് മാറണം. ഈ തഹജ്ജുദിൻ്റെ സമയത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നിസ്കാരങ്ങൾ ഖളാ വീട്ടാം, ഒരു പ്രശ്നമില്ല. അത് ഖളാ വീട്ടിലും തഹജ്ജുദിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് തന്നെയാണ്. രാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ. അപ്പം തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഭംഗി എന്താ? അതെങ്ങനെയാണ് പറഞ്ഞു തരിക? അത് അനുഭവിച്ചവനക്കറിയാം അതിൻ്റെ ഭംഗി. അതുകൊണ്ട് ചില മനുഷ്യന്മാർ തഹജ്ജുദ് എന്ത് വന്നാലും ഒഴിവാക്കൂല. ഇവിടെ വന്നിട്ട് തന്നെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഉസ്താദേ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയി, ഖളാ വീട്ടാൻ പറ്റുമോ? അപ്പം ഈ മനുഷ്യരൊരു ദിവസം തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ ഒരു വെപ്രാളാണ്. ഞാൻ പറഞ്ഞു സ്ഥിരമായി നിസ്കരിക്കലാണെങ്കിൽ ഖളാ വീട്ടാം. അങ്ങനെ തന്നെയാണ്, സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾക്ക് ഖളാ വീട്ടാം. അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു നമ്മളെ വേണം എന്നാണ്. അള്ളാഹു തആല നമുക്കൊക്കെ തഹജ്ജുദിനും മറ്റുള്ള അമലുകൾക്കൊക്കെ വലിയ താല്പര്യം നമ്മുടെ ഖൽബിലേക്ക് അള്ളാഹു തആല ഇട്ട് തരുമാറാകട്ടെ. നമ്മളെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഒരു ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് പകരം നിങ്ങളെ 10 ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സ്മരിക്കല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹിനെ സ്മരിക്കല. നിങ്ങളങ്ങനെ ഭൂമിയിൽ നിന്ന് എന്നെ ഓർക്കുകയാണെങ്കിൽ ആകാശത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഓർക്കും. അപ്പം അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് നന്ദിയുള്ളവരാകണം. ഈ നന്ദി ആർക്കൊക്കെ വേണം? മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാ എന്ന് വെച്ചാൽ മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനല്ല എന്നുള്ളതാണ്. നന്നായിട്ട് നിസ്കരിക്കും, നന്നായിട്ട് നോമ്പനുഷ്ഠിക്കും, തഹജ്ജുദും ളുഹായും എല്ലാതും ഉണ്ട്. മനുഷ്യരോട് നന്ദി കാണിക്കൂലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? മനുഷ്യരോട് നന്ദി കാണിക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയാണല്ലോ. തങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരോടും നന്ദി കാണിക്കും. തങ്ങൾക്കൊരാളൊരു കാര്യം കൊടുന്നു കൊടുത്താൽ തങ്ങൾ അപ്പോൾ ദുആ ചെയ്തു കൊടുക്കും. അതൊരു നന്ദിയാണ്. തങ്ങൾക്കൊരാളൊരു സാധനം കൊടുത്തു, തങ്ങൾ അയാൾക്ക് ദുആ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ തങ്ങളൊന്ന് പുഞ്ചിരിച്ചു കൊടുക്കും. അതൊരു നന്ദി പ്രകടന. മനുഷ്യരോട് നന്ദി കാണിക്കാത്തൊരുത്തനക്ക് എന്തുണ്ടാവില്ല? അള്ളാഹുവിനോട് നന്ദി കാണിക്കലുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ 6-ാമത്തെ വയസ്സിലൂടെ പറഞ്ഞു പോയല്ലോ. ആ ഉമ്മാൻ്റെ ഖബറിൽ 60-ാമത്തെ വയസ്സിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത് ചരിത്രങ്ങളിൽ കാണാം. ആ ഉമ്മയോടുള്ള നന്ദിയാണത്. ആ ഉമ്മയോടുള്ള നന്ദിയാണ്. നമ്മൾ കുറേയൊക്കെ മാറിപ്പോയി. മരണപ്പെട്ടാൽ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ സ്ഥിരമായിട്ട് വരും, പിന്നെ വെള്ളിയാഴ്ചകളിലാകും, പിന്നെ വല്ലപ്പോഴും ആകും, പിന്നെ ആണ്ടിനാകും, പിന്നെ ആണ്ട് തന്നെ മറന്നു പോകും. പിന്നെ ആരെങ്കിലും ഓർമ്മിപ്പിക്കണം, ഇന്ന ദിവസത്തിലാണെന്ന് ഓർമ്മിപ്പിക്കണം, അപ്പം നമ്മൾ ആണ്ട് കടത്തിപ്പോവും. അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും ക്ഷമയെ കൈമുതലാക്കിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല രൂപത്തിൽ ക്ഷമയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. അതെന്താ ഞാൻ ചോദിക്കുന്നത്? നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡെഫിനേഷൻ എന്താ? നന്ദി ഉള്ളവരാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എന്താ? ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ പഠിപ്പിക്കുകയാണ്, അശ്ശുക്റു ഹുവ ഇസ്തിഅമാലു നിഅമത്തില്ലാഹി തആല ഫീമാ ഖുലിഖത് ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ ഏത് കാര്യത്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനായി അത് ഉപയോഗിക്കലാണ് എന്നുള്ളതാണ്. അല്ലാഹു തആല കണ്ണെന്തിനു നൽകി? ആ കണ്ണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാലുകൾ എന്ത് നൽകി? അതിനുവേണ്ടി ഉപയോഗിക്കുക. അല്ലാഹു നമുക്ക് സമ്പത്ത് എന്തിനു നൽകി? അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇതാണ് നന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ധനികനായൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അവൻ്റെ സമ്പത്ത് കൊണ്ട് നന്ദി കാണിക്കണം. അതെങ്ങനെ നന്ദി കാണിക്കേണ്ടത്? അത് പള്ളിയിലേക്ക് കൊടുത്തിട്ടാണ്, പാവങ്ങളെ സഹായിച്ചിട്ടാണ്, അവൻ്റെ സ്വതക്കകളെ കൊണ്ട്, ഹദിയകളെ കൊണ്ടാണ് അവൻ നന്ദി കാണിക്കേണ്ടത്. അപ്പോൾ ആ ധനികനായ മനുഷ്യൻ 5 വക്ത് നിസ്കരിച്ചതുകൊണ്ടും നോമ്പനുഷ്ഠിച്ചതുകൊണ്ടും മാത്രം അവൻ്റെ നന്ദി പൂർത്തിയാവില്ല. നമുക്കൊരാളെ സഹായിക്കാനുള്ള കഴിവുണ്ട്, ആരോഗ്യപരമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വാക്കുകളെ കൊണ്ട് തന്നെ സഹായിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവരെ സഹായിക്കണം. അത് ആ അവയവത്തെ നമ്മൾ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം നന്ദി എന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറ്റൂല. അപ്പം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്ത് അത് എന്തിനാണോ നൽകിയതെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമ കാണുന്നത് നന്ദിയല്ല, നന്ദികേടാണ്. നമ്മുടെ ചെവി കൊണ്ട് ഹറാമ് കേൾക്കുന്നത് നന്ദിയല്ല എന്ന് മാത്രമല്ല, നന്ദികേടാണ്. ഇങ്ങനെ വിശാലമായി പോകും. അപ്പം നന്ദിയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ മാത്രം ചിലവഴിക്കുക, അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ചിലവഴിക്കാതിരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ചിലവഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയ കാലത്ത് അത് മാറിപ്പോയി. ഞാനതാ പറയുന്നത്. പുതിയ കാലത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെ ഇപ്പം എന്തെങ്കിലും മേലെ ചോദിക്കും. അതല്ല ദീന്. ദീന് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുസരണയുള്ളവെന്നാണ്. അനുസരണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കേൾക്കണം എന്ന് പറയും. അല്ലാഹു തആല പറഞ്ഞത് കേൾക്കുന്നവനാണ് മുസ്ലിം. അല്ലാഹു തആല പറഞ്ഞത് കേൾക്കുന്നവനാണ് മുസ്ലിം. അല്ലാഹു തആല പറഞ്ഞതിൽ സ്വന്തം അഭിപ്രായങ്ങളെ കയറ്റിക്കൊണ്ടുവരുന്നവൻ മുസ്ലിം അല്ല. ഇസ്ലാമിൽ ഇല്ലാത്ത രീതി അതാ. ക്രിസ്തു മതത്തിന് എന്താ സംഭവിച്ചത്? പൗരോഹിത്യം വന്നുപോയി, മതത്തിലേക്ക് ചില കടത്തിക്കൂട്ടലുകൾ വന്നു. ഇസ്ലാമിൽ അതില്ല. ഇസ്ലാമിൻ്റെ ഒരു നിയമം അത് ആരിൽ നിന്നേ വരുള്ളൂ? അള്ളാഹുവിൽ നിന്നേ വരുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വ്യക്തമാക്കി തരുള്ളൂ. അതിനെ പിന്നെ നമുക്ക് വിശദീകരിച്ച് തരിക എന്ന ദൗത്യം മാത്രമാണ് ആര് ചെയ്യുന്നത്? പണ്ഡിതന്മാർ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പണ്ഡിതൻ ഒരു നിയമം പ്രസ്താവിക്കുകയോ ചെയ്യൂല. അങ്ങനെ ചെയ്ത് അംഗീകരിക്കണോ? അംഗീകരിക്കേണ്ടതുമില്ല. ഗൗസുൽ തങ്ങൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് വലിയൊരു പ്രകാശം വന്നു. ആ പ്രകാശം വന്നിട്ട് തങ്ങളോട് പറഞ്ഞ്, ഇന്നു മുതൽ നിങ്ങൾക്ക് എല്ലാ ഹറാമും അല്ലാഹു തആല ഹലാലാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലിയൊരു പ്രകാശം വന്നിട്ട്, നിങ്ങളുടെ സ്ഥാനം വർദ്ധിച്ചിട്ടുണ്ട്, ഇന്നു മുതൽ നിങ്ങൾക്ക് കള്ളും പെണ്ണും എല്ലാം അനുവദനീയാണെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്താ കേൾക്കുക? ശരിയാണ്, ആകാശത്തിൽ നിന്ന് വലിയൊരു പ്രകാശം വന്നതാണല്ലോ, മനുഷ്യരാരും പറഞ്ഞതല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. തങ്ങളവിടെ ചിന്തിച്ച എന്താ? തങ്ങൾ പറഞ്ഞു പോടാ അവിടുന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രകാശത്തോട് എന്നെ പഴപ്പിക്കാതെ പോടാ അവിടുന്ന് പറഞ്ഞു. അള്ളാഹ് എനിക്ക് ഹറാമാക്കി ഒന്നിനെ ഹലാലാക്കാൻ നീ ആരാന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ ഒരാൾക്ക് വേണ്ടി മാറ്റപ്പെടൂല. വെള്ളിയുടെ ആഭരണങ്ങളിൽ പുരുഷൻ അനുവദനീയമായത് എന്തുമാത്രം തന്നെയാണ്? മോതിരം മാത്രം തന്നെയാണ്. വെള്ളി പുരുഷൻ അനുവദനീയാന്ന് എവിടെയും കണ്ടുക്കണോ? ഇല്ല, അങ്ങനെ എവിടെയും കാണൂല. സ്വർണം പുരുഷന് ഹറാമാണ്, വെള്ളി പുരുഷന് അനുവദനീയാണ് എന്നെവിടെയെങ്കിലും കണ്ടുക്കണോ? ഇല്ല, എവിടെയും കാണൂല. വെള്ളിയിൽ അനുവദനീയമായത് എന്താണ്? ഒരു മോതിരം. രണ്ടാമത്തെ കറാത്ത. അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ വെള്ളിയല്ലേ, വെള്ളിയുടെ ബ്രേസ്ലെറ്റ് അല്ലേ, അതിട്ട സുന്നത്തല്ലേ കിട്ടുക? സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒന്നിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. തങ്ങളൊരു ബ്രേസ്ലെറ്റ് ഇട്ട് അടക്കണമെന്ന് ആലോചിച്ച് നോക്കി, തങ്ങൾ കഴുത്തിലൊരു ചെയിൻ ഇട്ട് അടക്കണമെന്ന് ആലോചിച്ച് നോക്കി.
അള്ളാഹിൻ്റെ റസൂലിന് അഴുതുമില്ല. അപ്പോൾ അത് സുന്നത്താവൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചൊരു മോതിരം ധരിക്കുക എന്നുള്ളതാണ്, അതൊക്കെ. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളത് പറയുമ്പോൾ വെള്ളിയല്ലേ, ഈ ന്യായീകരണങ്ങളൊന്നും മുസ്ലിമിന് പറ്റൂല. മുസ്ലിം എന്ന് വെച്ചാൽ അനുസരണയുള്ളവനാ. അള്ളാഹു എന്ത് പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞോ, പണ്ഡിതന്മാരെന്ത് പറഞ്ഞോ, അതനുസരിക്കാൻ കൽപ്പുള്ളവനാണ് ആര്? മുസ്ലിം. അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് എന്തില്ല, ഓപ്ഷൻസും ചോയ്സൊന്നുമില്ല. എൻ്റെ നിസ്കാരം 5 വക്തായി 6 ആക്കിക്കൂടെ? അല്ലെങ്കിൽ ഞാൻ 3 നിസ്കരിക്കുള്ളൂ. പണ്ട് ചേകന്നൂരിൻ്റെ വാദം അതായിരുന്നു. ചേകന്നൂരിന് 3 റക്അത്ത് നിസ്കാരം 3 വക്ത് നിസ്കാരം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ചേകന്നൂർ പറഞ്ഞ തെളിവും ഖുർആനാ. ചേകന്നൂർ പറഞ്ഞ് അങ്ങനെ 5 വക്ത് നിസ്കാരം ഒന്നും ഖുർആനിലില്ല, ഞാൻ നോക്കിയിട്ട് 3 വക്തേ കണ്ടെത്തിയോളൂ പറഞ്ഞ് ചേകന്നൂർ. അപ്പോൾ ഇ.കെ. അസം ഉസ്താദ് അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ, ഇ.കെ. ഉസ്താദിന് ഖുർആനിൽ 5 ഉണ്ട് പറഞ്ഞ് ഇ.കെ. ഉസ്താദ് തെളിയിച്ചു കൊടുത്തു ചേകന്നൂരിനെ. പക്ഷെ ചേകന്നൂർ സമ്മതിച്ചില്ല, കാരണം ചേകന്നൂർ കിബറിനുണ്ടായിരുന്നു പോയി. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം എല്ലാത്തിനും തെളിവ് എന്തിലുണ്ടാവും? ഖുർആനിലുണ്ടാവും എന്ന് ചുരുക്കം. അപ്പം നന്ദി, ആ നന്ദി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവരിൽ സാധുക്കളായ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.